ഒക്കെ ഒരുപാട് ആളുകളുണ്ട്. ഇവർക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. പേര് ആയിഷ എന്നാണ്. വീട് വണ്ടൂർ ചെറുകോട് സ്വദേശിയാണ്. ഈ മേഖലയിൽ വന്നിട്ട് 8 വർഷമായി. ഒരു സാധാരണ വീട്ടമ്മയാണ്. തുന്നൽ ജോലി മാത്രമേ അറിയാവുന്ന ഒരു ജോലിയുള്ളൂ. ഈ മേഖലയിൽ വന്ന സമയത്ത് തുന്നപ്പണിയുടെ കൂടെ 1000 രൂപ അഡീഷണൽ വരുമാനം കിട്ടുമോ നോക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ കമ്പനിയുടെ 601ാമത്തെ ലീഗിൽ 2,10,000 ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ബ്രാൻഡും ഇല്ലാത്ത ആളുകൾ ഓടിക്കരുതെന്ന് പറഞ്ഞ ഒരാൾ കയറുതെന്ന് പറഞ്ഞ സമയത്ത് ഒരു പക്ഷേ FTC എന്ന റാങ്കിൽ കയറുന്നതിന്റെ മുന്നേ ഈ മൈക്കിൽ എത്തിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് മേഖലയിൽ വന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ടായിരുന്നു. സ്വന്തമായിട്ട് വീടില്ലായിരുന്നു, വാടക വീട്ടിലായിരുന്നു താമസം. സ്വന്തമായിട്ട് ഈ മേഖലയിലൂടെ കുറച്ച് സ്ഥലം വാങ്ങാൻ കഴിഞ്ഞു, ഒരു വീട് വെക്കാൻ കഴിഞ്ഞു, ഒരു സ്കൂട്ടർ പോലും ഓട്ടി. എനിക്ക് സൈക്കിൾ ബാലൻസ് പോലും ഇല്ലായിരുന്നു. ഈ മേഖലയിൽ വന്ന് 2 മാസത്തിനുള്ളിൽ 62,000 രൂപ വില വരുന്ന ഹോണ്ട ആക്റ്റീവയാണ് ഞാൻ ആദ്യമായിട്ട് സ്വന്തമാക്കിയത്. ഈ മേഖലയിൽ വന്ന് ഏകദേശം 1.5 കൊല്ലം കഴിഞ്ഞതിന് ശേഷം കോവിഡ് വന്ന് എല്ലാവരും ബിസിനസ് നിർത്തി, പല മേഖലയിലുള്ള ബിസിനസ്സും പല ജോലികളും നിർത്തി വീട്ടിൽ ഒതുങ്ങി കൂടിയ സമയത്താണ് ഞാൻ 8.5 ലക്ഷം രൂപ വില വരുന്ന ഗ്രാൻഡ് ഐറ്റം എന്ന പുതിയൊരു വാഹനം വാങ്ങുന്നത്. അത് പല ആളുകളും കളിയാക്കി, ഒറ്റപ്പെടുത്തി, കുറ്റപ്പെടുത്തി, വീട് പോലും താമസിക്കാനില്ലാത്ത ആളാണോ സ്വന്തം കാറ് വാങ്ങിക്കുന്നത് എന്ന് പറഞ്ഞു. ആ സമയത്ത് സ്വന്തമായിട്ട് വീട് വാങ്ങിച്ച ആളുകളോ അല്ലെങ്കിൽ 2 നില വീട് വെച്ച ആളുകളോ ഒന്നും തന്നെ അതിൽ നിന്ന് വരുമാനമൊന്നും വാങ്ങിയിട്ടില്ല. താമസിക്കാൻ വാടക കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ വാടക വീട്ടിൽ താമസിക്കാം. എന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്കൊരു വാഹനം അത്യാവശ്യമാണെന്ന് പറഞ്ഞു. അതേ ആ ഒരു സമയത്ത് പല ആളുകളും കളിയാക്കിയെങ്കിലും വാടക വീട്ടിന്റെ മുന്നിൽ 8.5 ലക്ഷത്തിന്റെ വാഹനം വന്ന് നിർത്തിയ സമയത്ത് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഈ കമ്പനിയിൽ ഞാൻ അസോസിയേറ്റ് ചെയ്തതോടുകൂടെ എന്റെ സ്വപ്നങ്ങളും എന്റെ ആഗ്രഹങ്ങളും എന്റെ ലൈഫ് മാറ്റിമറിക്കാൻ കഴിയും എന്നൊരു പൂർണ്ണ വിശ്വാസത്തോടു കൂടെ പ്രവർത്തിക്കാൻ തുടങ്ങി. അതിലൂടെ തന്നെയാണ് വലിയ രീതിയിലുള്ള വരുമാനം വാങ്ങിക്കാൻ കഴിഞ്ഞതും. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് 15 ലക്ഷം വരെ വരുന്ന വാഹനത്തിലൂടെയാണ്. ഒരു സാധാരണ വീട്ടിലൊതുങ്ങി കൂടിയ വീട്ടമ്മയ്ക്ക് ചെയ്യാൻ കഴിയും എന്നുണ്ടെങ്കിൽ ഇന്ത്യ കോളേജിൽ ഇരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഇത് വാങ്ങിയെടുക്കാൻ കഴിയും. ഈ ഒരു മാസത്തിനുള്ളിൽ ഏകദേശം 20ഓളം വാഹനങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത് എന്റെ ടീമിൽ. പുതിയ വീട്ടിൽ ഒരു സൈക്കിൾ പോലും വാങ്ങാൻ കഴിയാത്ത എന്റെ ടീമിൽ 20ഓളം വാഹനങ്ങൾ ഈ ഒരു മാസത്തിനുള്ളിൽ ഇറങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് എത്രത്തോളം നടക്കുകയാണോ പറക്കുകയാണോ എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഞാൻ കൂടുതലായിട്ടും ഈ അവസരത്തിൽ സംസാരിക്കുന്നില്ല. പിന്നെ ഈ മേഖലയിൽ കൊണ്ടുവന്ന വ്യക്തി നിഷാന്ത് സാറാണ്. അദ്ദേഹത്തിന് ഈ ഒരു അവസരത്തിൽ നല്ല മേഖലയുണ്ട്. ഞാൻ ഏതൊരു സമയത്ത് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നത് എന്റെ ഒരു ദിവസത്തെ ഒരു നേരത്തെ പ്രാർത്ഥനയിലെങ്കിലും അദ്ദേഹത്തിന് ഫാമിലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഇന്ന് കൊണ്ടുവന്ന വ്യക്തികൾ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞായിട്ടായിരിക്കും നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവുക. പക്ഷെ ഒരു 1, 2, 3 വർഷങ്ങൾ കഴിയുന്ന സമയത്ത് നിങ്ങൾ സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള വരുമാനം നിങ്ങൾക്ക് ഇതിലൂടെ ചെയ്യാൻ കഴിയുന്ന സമയത്താണ് ഇന്ന് നിങ്ങൾ ഇരിക്കുന്ന സീറ്റിന്റെ വാല്യൂ, അതേപോലെ കൊണ്ടുവന്ന വ്യക്തിയുടെ വാല്യൂ എത്ര കണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഭാവി ദൈവഭാവി എന്നാണ്. ദൈവത്തിന്റെ ഭാവി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഭാവിയാണ്. 100% വിശ്വസിച്ച് കൂടെ നിൽക്കാം. ഓക്കെ, വിശ്വാസം.